ഏകദേശം ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകണമല്ലോ ചെങ്ങാൻ്റെ അടുത്തേക്ക്. ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ദിവസം കേട്ടോ കാര്യമായിട്ട് കാണാൻ പോകണേ. ഇന്നിപ്പോൾ കാര്യമായിട്ട് ഞായറാഴ്ചയാണ്. പിന്നെ പ്ലാൻ ചെയ്ത ഒരു പരിപാടി വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഒറ്റൊരു പരിപാടി ഉണ്ട്, നടക്കാത്ത പരിപാടിയാണ്. അതായത് ചെങ്ങന്മാരെല്ലാം കൂടി ഉണ്ണിയാൾ ബീച്ചിക്ക് പോകാമെന്ന് പറഞ്ഞു. അതായത് അത് പ്ലാനിങ് മാത്രമാണ്, നടക്കുമെന്ന് അറിയാം. വണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് 2 വണ്ടിയിട്ടുള്ളൂ, കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മളെന്തായാലും ഇപ്പോൾ ചെങ്ങാൻ്റെ അടുത്തേക്ക് പോകണം. അവനക്ക് എന്തൊക്കെ ഷോക്സ് എന്തൊക്കെയാണ് മേങ്ങാണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഓൻ വിളിച്ചിനി, ഓനെ എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ചു തരാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. ഓൻ്റെ അടുത്ത് പോയിട്ട് ഓൻ്റെ പരിപാടികളൊക്കെ തീർന്നിട്ട് ബാക്കി എന്താ പരിപാടി നോക്കാം, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാം. നമുക്ക് എന്തായാലും കണ്ടറിയാം. പിന്നെ വേറൊരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ട് ചെങ്ങായി വേറെ എവിടുന്നോ വന്നീനി, വേറെ ചെങ്ങായിട്ടാ. അതായത് ചെന്നൈയിൽ നിന്ന് അവിടുന്ന് മദ്രാസ് എവിടുന്നോ വന്നീനി, പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് കുറച്ച് മാസത്തിന് ശേഷം. അപ്പോൾ എന്തായാലും ഓൻ ഇവിടെ നാട്ടിലെത്തിക്കണേ, പേരൻ്റെ കുറച്ച് വിട്ടാണ്. എന്തായാലും ഓൻ്റെ അടുത്തേക്കും പോകണ്ടേട്ടാ. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഇപ്പോൾ നേരെ ചെങ്ങായിൻ്റെ അടുത്ത് പോകാം. ഓനക്ക് ഷോക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പരിപാടിയൊക്കെ. വേറൊരു സംഭവം കൂടി ഇട്ടാ, ചെരുപ്പ് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കാണുന്നുണ്ട്, 2 ദിവസം മുമ്പ് ബൈക്കിൽ നിന്ന് കാണുകാണ്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിക്കെടുക്കുകയും ഞാൻ ഇതുവരെ നന്നാക്കിയിട്ടൊന്നും ചെയ്യാൻ. നമുക്ക് നേരെ സൂപ്പർ ഗോളും കാര്യങ്ങളൊക്കെ മെയിൻ കൊണ്ടുവരണം. സൂപ്പർ ഗോളും കാര്യങ്ങളൊക്കെ മെയിൻ കൊണ്ടുവന്നതിന് ശേഷം ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചതിന് ശേഷം നേരെ ഓൻ്റെ അടുത്തേക്ക് പോകട്ടെ. നമുക്ക് നമ്മൾ 2 സൂപ്പർ ഗോൾ വാങ്ങിക്കണ്ട. ഇനിയിപ്പോൾ ഇതാണ്ട് ഇതിമില്ലാണ്ട് വെക്കാം. അപ്പം ഇതിൽ അത്ര സൂപ്പർ ഗോൾ ഉണ്ട് നോക്കി. ഈ ചെരുപ്പ് എനിക്ക് മുതലായിട്ട് ചെയ്യാം, അത് മുതലാക്കണം. അതിന് വേണ്ടിയാണ് ഈ ഒരു സൂപ്പർ ഗോൾ ഒട്ടിച്ചിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ആ പരിപാടി വെക്കാം. അങ്ങനെ നമ്മൾ സൂപ്പർ ഗോളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ പക്കാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചെങ്ങായിൻ്റെ അടുത്തേക്ക് പോകട്ടാ. ഞാനാണ് നിന്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ചെങ്ങായിൻ്റെ അടുത്ത് പോയിട്ടാ. അപ്പോഴാണ് നിന്റെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആ ചെങ്ങായിൻ്റെ അല്ല, ഓൻ ചെങ്ങായിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓൻ്റെ പെങ്ങളെ ബർത്ത്ഡേ നിങ്ങൾ കേക്കും കാര്യങ്ങളും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാ. ഓൻ പൈസയും കാര്യങ്ങളൊക്കെ വിട്ടെന്നിങ്ങനെ കേക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും ആദ്യം ഡ്രസ്സ് എടുക്കാനും വേണ്ടിയാണ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ കടി കയറിക്കാണ്ട് ചെങ്ങായിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഓൻ വിചാരിച്ച ഐറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല. ഓൻ ഓരോ ഫോട്ടോ കാര്യങ്ങളൊക്കെ വിട്ടെന്ന ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഓനക്ക് ഇങ്ങോട്ട് പറ്റണില്ല. ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് കിട്ടണില്ല. ലാസ്റ്റ് കിട്ടിയതെടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ കേക്ക് എടുക്കാനും വേണ്ടി വന്നിട്ടാ. ചെങ്ങായി പറഞ്ഞത് 1 കിലോന്റെ ബ്ലാക്ക് ഫോറസ്റ്റ് എടുക്കാനാട്ടാ. നമ്മളെന്തായാലും 1 കിലോന്റെ ബ്ലാക്ക് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിക്കണേ. പിന്നെ കൂടെ പേരും കൂടി എഴുതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ചെങ്ങായിന്റെ പേരും കൂടി അടിയിൽ എഴുതിക്കുന്നുണ്ട്, ബൈ അറാഫ് എന്ന് പറഞ്ഞിട്ട്. ഓന്റെ പേര് അർഫാത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സിമ്പിൾ ആയിട്ട് വിളിച്ച പേരാണ് അറാഫ് എന്നിട്ടാ. ഫുൾ ഉത്തരവാദിത്തം സുഫിയാനാണ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മളെ സ്പ്ലെൻഡർ ബൈക്കുമില് നമ്മൾ എൽഗാതെ, അതായത് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ എൽഗാതെ കോഴിക്കൂടെ പോകണം. അതാണ് സേഫ്റ്റി, അല്ല അതാണ് ഉദ്ദേശം. അപ്പോൾ നോക്കാം. സുഫിയാന, എന്താ എൻ്റെ അഭിപ്രായം? നല്ല ഉദ്ദേശം. ചെന്നൈയിൽ നിന്ന് വന്ന ചെക്കനിട്ടാ. ബാംഗ്ലൂരിന്ന് എത്ര കോടിയാ ഓനെ ചാമ്പാൻ പോണേ. നമുക്ക് എന്തായാലും അപ്പൊ കാണാം. ഇവിടെ നോക്കിങ്ങളെ വണ്ടിങ്ങളെ ആമ്പലേ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. ഈ കണ്ണിയാന്നുണ്ടെ ഞാൻ ഒരു ബുദ്ധി പറഞ്ഞുതരാം. കാണുന്നുണ്ടാ കുറെ ചെയ്യാത്തോണ്ടാ. എന്തായാലും ഓനെ ചാമ്പാൻ പോവാം. വൈകുന്നേരങ്ങൾ ഒരു കൂൾ ബാറിലാണ്ട് കയറിക്കാണ്ട് പൊരിക്കടിമക്ക് നോട്ടില്ല. നമ്മളെ നേരായിട്ട് കയ്യേക്കാൻ പോയി 4 പപ്സ് ആണ് പറഞ്ഞു. കൂടെ 3 ഐറ്റം 4 ജ്യൂസും. ഏതൊക്കെയാറോ? എൽനീന് ബട്ടർ ചിക്കു 2 ബട്ടറും എൽനീനും ചിക്കും ഓരോന്നിച്ചാ. 4 ആക്കും ഓരോന്നായില്ല. ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ചങ്ങൈൻ്റെ കേട്ടോ. നാട്ടിൽ കന്നീന്റെ ശേഷം ഓനെ കൊണ്ട് ചെലവ് ചെയ്യാൻ പറഞ്ഞാൽ ഓനക്ക് സങ്കടവും. ആ ഒരു ചെലവ് നഷ്ടമായി എന്നുള്ള പേരിൽ ഞങ്ങൾക്കും സങ്കടവും. എന്തായാലും നമ്മളെ ചിക്കു എടുത്ത് കിട്ടാം. നമ്മളെ ചിക്കും നമ്മൾ വലിച്ച് കുറച്ച് കുടിച്ചതിന്റെ ശേഷം നമ്മളെ ചെങ്ങൈമാരെ ജ്യൂസിന്റെ ടേസ്റ്റ് കൂടി നമ്മൾ നോക്കിയിട്ടാ. ഓൺ ടാർഗറ്റ് നേരെ ചെങ്ങൈൻ്റെ പെരിക്ക് അവിടെ പൂണൊക്കെ എടുക്കണേ. ഇനി ചോറെന്തൊക്കെ ഉണ്ടല്ല ഓൻ്റെ പെങ്ങളെ, അതായത് ഓൻ്റെ അഞ്ചത്തിൻ്റെ ബർത്ത്ഡേയാണ്. എന്തായാലും നമ്മൾ നേരത്തെ കേക്ക് കൊണ്ടില്ല ഓൻ്റെ പൈസക്ക്. ഞങ്ങളെ പേരിൽ ഓൻ്റെ പൈസക്ക് കേക്ക് കൊണ്ടില്ല. അതന്നെ ഇനി നേരെ പോവാം. അവിടെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൻ്റെ വാപ്പ പറഞ്ഞേ. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഒരു മുറ്റ സാധനം കിട്ടിക്കണേ ചെങ്ങായിൻ്റെ റൂമിൽ നിന്ന്. നോക്കിയാലേ ഇമ്മട്ട സാധനം. ഇത് ഓൻ്റെ വണ്ടീൻ്റെ കിച്ചന് വന്നിട്ടാ. ഒരു മുറ്റ സാധനം കാണിച്ചിറങ്ങി നോക്കി. ഏതാ ലേറ്റ് ചെങ്ങായിൻ്റെ റൂമത്തെ അതാട്ടാ. നോക്കിയാളെ സിംഗിൾ ഇതെന്താ സിംഗിള് ഇത് ഓരോ തേക്കുമ്പോ ആ പേരും അതിനൊപ്പം സിംഗിള് തരാട്ടാ. അത്രേ ഉള്ളൂ. കുറച്ചേരം ഇരുന്നപ്പോ ചെങ്ങായിന്റെ പായസം എത്തിട്ടാ. പായസം കുടിച്ച് കുറച്ചേരം ഇരുന്നപ്പോ കേക്ക് കുറി തുടങ്ങിട്ടാ. ഓന്റെ കുടുംബക്കാർ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും ഇങ്ങോട്ടാണ് മാറി നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു മടി. കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 4 ആക്കുള്ള പീസ് ഒരു പ്ലേറ്റിലുണ്ട് വന്നിയാ. നമ്മളൊരു പീസ് കൊണ്ട് എടുത്താണ്ട് തൊള്ളിക്കണ്ട് വെച്ച് നോക്കി. കേക്ക് നിന്ന് വൈബായിട്ട് ഇരിക്കട്ടാ. ഇനിയിപ്പം അടുത്ത് ചോറുന്ന അതിനേട്ടാ നമുക്ക് അതിൻ്റെ ശേഷം കടപ്പുറത്തേക്കാ എവിടേക്കെങ്കിലൊക്കെ പോവാം. അങ്ങനെ ചോറുന്ന ടൈമായി ചോറുന്നായിരുന്നു. ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ നമ്മളാട്ടാ. നമ്മളെ ചെങ്ങായി എടുത്തുകൊണ്ട് നമുക്കൊരു ചിക്കൻ്റെ കാലാണ്ട് നമ്മളെ പ്ലേറ്റ് കിടുന്നുണ്ട്. ഉച്ചയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പൈച്ചിക്കണ ഒരു ടൈമും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കിയാൽ ഒരേ ബെട്ട് ഞങ്ങൾ. അങ്ങനെ ഞാനും ചെങ്ങായിമാരും കൂടി ചോറ് നയിട്ടാ. ചോറും കാര്യങ്ങളൊക്കെ തിന്നു കഴിഞ്ഞ ശേഷം നല്ലൊരു ഉച്ചമയക്കും കൂടി അതും കൂടി ഉണ്ടെന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന് എന്നെ മതി നമുക്ക്. പക്ഷെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തായാലും സമാധാനത്തോടെ കിടന്നുകൂടാ. നമ്മൾ ഇനി നേരെ ചെങ്ങായിമാരേക്ക് തൂവൽത്തീരട്ടെ പോണേ. എന്തായാലും അവിടുന്ന് കാണാം. ചങ്ങന്മാരെല്ലാവരും വന്നിങ്ങനെ എന്തായാലും അവിടുന്ന് കാണാം. ഇന്നിപ്പോൾ ഞായറാഴ്ച കണ്ടേ തൂവൽത്തീരത്ത് അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും
കടി കയറിക്കാണ്ട് ഉപ്പിലിട്ട കമ്പണ്ട് മേങ്ങി ഒരേ വെട്ടേനിട്ടാ കമ്പം നിന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ പാനിപൂരിന്റെ കട ഉണ്ട്. കാക്കാനോട് ചോദിച്ചു പാനിപൂരിക്ക് എത്രയാണ്? കാക്ക ഏതോ ഒരു പൂരിന്റെ പേര് അറിയാണ്ട് 50 രൂപയാണെന്ന് പറഞ്ഞിട്ടാ. ഞാൻ ചോദിച്ചു ഒന്ന് എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഒന്ന് മാത്രം ഉണ്ടാവില്ല, 50 രൂപ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇരിച്ചു കിട്ടാം. വേറെ സംഭവം കൂടി ഉണ്ട്. ഞങ്ങൾ വന്ന ആളത്തിൽ രണ്ടാൾ വെച്ചുകൊണ്ട് മൂന്ന് വൈക്കട്ട പോയിക്കണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ ബാക്കി 4 ആളെ കാണാൻ വെച്ച് കാണുന്നുണ്ട്. ഓല അവിടെയും പടിയൊക്കെ തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. ഓല് 4 ആൾ ഒപ്പുണ്ട് എന്നാ പറഞ്ഞത്. വിളിച്ചപ്പെട്ട ആ ലാസ്റ്റിക്കാണ് ഓലുള്ളത്. ഞാനും എന്റെ ചങ്ങായും കൂടി ഓലെടുത്ത് കട്ടായി പോണേ. ഓലെടുത്തതിന്റെ ശേഷം നേരെ വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് തിന്നാനും വേണ്ടി നമ്മളൊന്ന് നോക്കിയാൽ ഒരു കോണാണ്ട് എടുത്തു. കോണെടുത്താൽ മാത്രം പോരല്ല, തൊലിച്ചാണ്ട് ഒരേ തിന്നലേ നിന്നിട്ട് ഓൺ ഐസ്ക്രീമിൽ നിന്നിട്ട് കാണാൻ നമുക്ക് നമ്മളെ വീക്ക്നെസ് ആയിട്ടുള്ള ബൂസ്റ്റ് കൂടെ കേട്ടോ നോക്കിയാളേ യാതായിട്ടോ. അങ്ങനെ കോണ് നിന്ന് കടലും കണ്ടിരിക്കുമ്പോഴാണ് ചെങ്ങായി പറയുന്നത് കുറച്ച് കായ് ബാക്കിയുണ്ട്, നമുക്ക് കുറച്ച് കടല എങ്ങിയാലോ. ഒന്ന് നോക്കിയില്ല, ഞാനൊരു ചെങ്ങായോട് കടലാങ്ങാനും വേണ്ടി ഇങ്ങോട്ട് വന്നാട്ടോ. ആവശ്യമുള്ള ടൈമിലാണെന്നുണ്ടെ കടല വെക്കണ പോലെ കാണുക. അങ്ങനെ നമ്മൾ കുറച്ചേരം തെരഞ്ഞതിന്റെ ശേഷം കടലും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത് കൊണ്ടുപോയി തിന്നണം നമുക്ക്. നമ്മളിവിടെ ചെങ്ങൈമാരോട് വർത്താനം പറഞ്ഞ് കടലിന്റെ ഭംഗി ആസ്വദിച്ച് കടലിൽ തിന്നു തുടങ്ങിയിട്ടാ. ഇവിടെ ആ കാണാട്ടോ കെട്ടിങ് ബീച്ച്. ഇവിടെ അത്യാവശ്യം നല്ല ആളുണ്ട്. പക്ഷെ കെട്ടിങ് ബീച്ച് ആള് കുറവാണോ ചോദിച്ചാൽ കുറവാണ്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ ഉള്ള ആൾക്കാരെ നോക്കി നിങ്ങള്, ഈ ചേലിന് ആൾക്കാരുണ്ട് ഇവിടെ. ഉവൽത്തിരുത്തുനിന്ന് വരുന്ന ബൈക്കിൽ ഞങ്ങൾ ഇവിടെ വെഞ്ചൽപ്പാടത്ത് പമ്പോസിന്റെ അവിടെയുള്ള ഒരു ചായക്കടി കയറിക്കാണ്ട് ചായ അടിച്ചെന്നുള്ള സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ നിർത്തി കിട്ടാം. നമ്മൾ ചായക്കടി കയറിക്കാണ്ട് പൊരിക്കടി മുക്കാട്ട് ആദ്യം കണ്ണു പോയതേ കയ്യും കണ്ണൊക്കെ അങ്ങോട്ട് പോണേ. നമ്മളെ കയ്യെത്തിനോ നമ്മളെ ചങ്ങായിന്റെ കയ്യെത്തിക്കണം. അവിടെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കട്ട്ലേറ്റ് ആയിട്ട് എടുത്തിക്കണം. അത്യാവശ്യം കുറച്ച് തിരക്കുള്ളതുകൊണ്ട് തന്നെ ചായ ഇട്ടാനും വേണ്ടി കുറച്ച് ലാഗ് ഉണ്ടായിട്ടാ. ചായട്ടിപ്പോത്തിനൊക്കെ നമ്മൾ കടി തന്നെയാണ്. അങ്ങനെ ചായം കുടിച്ചാണ്ട് ഒരു മൂലക്കിൽ സമയത്തോടെ ഇരിക്കുമ്പോഴാണ് ചങ്ങായി പറയുന്നത് ചങ്ങായിക്ക് ബാഗും ചെരുപ്പൊക്കെ പോണ ബൈക്കിൽ നിന്ന് എടുക്കണം എന്നിട്ടാ. അവർക്ക് പിറ്റേസ് കോളേജ് കാര്യങ്ങളൊക്കെ തുറക്കണോണ്ട് തന്നെ നമുക്ക് ഇനി ബാഗും ചെരുപ്പൊക്കെ എടുക്കാൻ പോവാം. പോണ ബൈക്കിൽ നമ്മൾ ബാഗും കടയിൽ കയറിക്കാണ്ട് ചങ്ങായിക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. എന്റെ വേറെ ചങ്ങായി ഒരു ബാഗ് എടുത്തോണ്ടിരുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് മസിലും ഒരു ബുള്ളറ്റ് ഉണ്ട് എന്റെ സാധനം സെറ്റ് ആക്കിരാന്ന്. നിങ്ങളെ അഭിപ്രായത്താ? ബുള്ളറ്റ് തന്നെ വേണം നീ കേട്ടാ, ജീട്ടായാലും കുഴപ്പമില്ല. ഇതിന്റെ ചങ്ങായിക്ക് അംഗൻവാടി പോകുമ്പോൾ ഇടാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്ത ബാഗാട്ടെ. എത്തപ്പാടെ നമ്മളെ കോളേജിൽ പോകാനുള്ള ചങ്ങായിക്ക് ബാഗ് എടുത്തതിന് ഇനി ചെരുപ്പും കൂടി എടുക്കാണ്ട് നമ്മളെ വേറെ ചങ്ങായി ഇവിടെ വരുന്ന ബൈക്കിൽ ഒരു വാച്ചും കണ്ടപ്പോൾ പോകാൻ നേരെ വാച്ച് എടുക്കാൻ കയറിയിട്ടാ. നമ്മളെ മറ്റൊരു ചങ്ങായി എന്റെ വണ്ടി എടുത്തിട്ട് കണ്ട് ഏക്കട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോ നേരെ വീഡിയോ കാണിച്ച ആ ചങ്ങായിക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്ത വാച്ചാട്ടത്. സാധനത്തെ പാടുകൾ പറയും. നമ്മളെ ചങ്ങായി അങ്ങനെ ഈ ഒരു വാച്ച് സെലക്ട് ചെയ്തിട്ടാ. നമ്മളെ ചെരുപ്പ് എടുക്കാനുള്ള ചങ്ങായിക്ക് നേരെ ചെരുപ്പ് എടുക്കാൻ പോവാം. ചെരുപ്പ് എടുക്കാനും വേണ്ടി നമ്മൾ നേരെ ഷൂസിക്കാണ് കയറിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഓർക്കുന്നുണ്ടെങ്കിൽ രാവിലെ പറഞ്ഞു എന്റെ ചങ്ങായിക്ക് ഒരു ഷോക്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടുന്ന് അവൻ ഷോക്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും എന്റെ ഒരു ചങ്ങായി ഇതിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് ഇട്ടോക്കാനും വേണ്ടി വന്നാട്ടെ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇവിടുന്ന് ഒന്നും മേങ്ങല്ല. പക്ഷെ എന്തായാലും വെറുതെ ഒന്നിട്ടോ നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളെ ചെരുപ്പെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി പെരി പോകണം. എല്ലാവരും പെരി പോകണം. നമുക്ക് നേരെ പെരി പോവാ. അതോടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കയ്യാണ് ട്ടാ. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട ട്ടാ. നമുക്ക് എന്തായാലും ഇനി അടുത്തേക്ക് കാണാം.